അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളോട് എന്തൊരു ദേഷ്യമുള്ളത് പോലെ സലാം അടക്കാനൊരു മടിയുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഫമർ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈൻ വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى دين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أن رآه استغنى قال الله عز وجل من خدم شفيعنا رسول الله سبحان الذي يطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا أنت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبتهي والحبيب الرحيم الشفاعة حبلنا في القيامة مشفقا وأهلنا يا سيدي خير النبي الصلاة والسلام على الرسول في الأبتهي والحبيب. സമാദരണനായ എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠരായ സുഹൃത്തുക്കളിൽ ഒരാളും കേരളീയ പ്രഭാഷണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഷൗക്കത്ത് അലി വെള്ളമുണ്ട, ജാമിയ യമാനിയ അറബിക് കോളേജ് എന്ന തെന്നിന്ത്യയിലെ ഉന്നതമത കലാലയമായ ജാമിയ യമാനിയയുടെ കാര്യദർശിയും തന്റെ വിരൽ തുമ്പുകൊണ്ട് ജനലക്ഷങ്ങളുടെ മനോവിഗതിയെ നിയന്ത്രിച്ച മഹാനായ ശംസുൽ ഉലമയുടെ നിഴലായി ആണ്ടുകളോളം പ്രവർത്തിക്കുകയും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ സന്ദേശം ലോകത്ത് ജീവിതത്തിലൂടെ പകരുകയും ചെയ്യുന്ന ആദരണീയനായ എന്റെ ഉസ്താദ് ആർ.വി. കുട്ടി ഹസൻ ദാരിമിയുടെ പ്രിയപ്പെട്ട പുത്രൻ, ഹിഫ്ള് കോളേജിന്റെ കാര്യദർശിയായിട്ടുള്ള, ഞങ്ങൾ വലിയ പഠനകാലത്ത് തന്നെ വലിയ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അബൂബക്കർ യമാനി ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബൂബക്കർ ദാരിമി എങ്ങും അവറുകളെ, മഹല്ലു ജമായത്തിന്റെ കാര്യദർശികളെ, സമത്വ കേരള സ്റ്റുഡന്റ് ഫെഡറേഷന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, നാട്ടുകാരെ, സഹോദരിമാരെ, സുദീർഘമായ ഒരു ഭാഷണത്തിനു ശേഷം നീണ്ട ഒരു പ്രസംഗത്തിന് സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിനീതനായ ഞാൻ എഴുന്നേറ്റു നിന്നത്. ദുആ ചെയ്യുക എന്നതാണ് ഈ സദസ്സിൽ ഇനി ഏറ്റവും പ്രാധാന്യം നൽകപ്പെടുന്ന വിഷയം എന്നുള്ളത് നിങ്ങളെപ്പോലെ ഓർമ്മ മനസ്സിൽ കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ എഴുന്നേറ്റു നിൽക്കുന്നത്.
സഹോദരങ്ങളെ, ദുആ എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ആയുധമാണ്. നമ്മുടെ ഏറ്റവും വലിയ ആയുധം ദുആയാണ്. നമ്മുടെ ഏറ്റവും വലിയ ആയുധം ദുആയാണ്. സർവ്വലോകങ്ങളെയും തകർക്കാനുള്ള, സർവ്വലോകങ്ങളുടെയും ഉദ്ധാനങ്ങളെ കൊണ്ടുവരുവാനുള്ള ആയുധം ദുആയാണ്. സഹോദരങ്ങളെ, നമ്മൾ ദുആയുടെ ഒരു മുഹൂർത്തത്തെ പ്രതീക്ഷിക്കുക, ദുആയെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലും ഒരു ദുആയാണെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം. ദുആ ചെയ്യാനിരിക്കുന്ന സദസ്സ്, ദുആ ചെയ്യാനിരിക്കുന്ന മനസ്സ്, ദുആ ചെയ്യാനുള്ള ഒരു മനുഷ്യന്റെ ആഗ്രഹം, അത് അല്ലാഹുവിലേക്ക് അടുക്കാൻ ഒരു രാജവീതിയാണ്, മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ലോകത്ത് ദുആ ചെയ്തുകൊണ്ടാണ് എല്ലാ മനുഷ്യരും അവന്റെ കാര്യപൂർത്തീകരണം നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആശുപത്രികളുടെ പടവുകൾ കയറിയിറങ്ങുന്ന മനുഷ്യന് ഒരു പറ്റം മരുന്ന് ഷീട്ടും കൈ നിറയെ ഗുളികകളും ഡോക്ടറുടെ ഭാരിച്ച നിർദ്ദേശങ്ങളും സ്വീകരിക്കപ്പെടുമ്പോഴും രോഗം മാറാത്ത അവസ്ഥാവിശേഷത്തിൽ അവൻ അവസാനം ചെന്നെത്തുന്നത് ദുആയിലാണ്. മനുഷ്യന്റെ എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ പരീക്ഷണങ്ങൾക്കും, അവന്റെ എല്ലാ ബുദ്ധിമുട്ടുകളുടെയും അവസാനം അവൻ ചെന്നെത്തുന്നത് ദുആയിലാണ്. എന്തിനേറെ പ്രധാനപ്പെട്ട ഡോക്ടർമാർ പോലും, പ്രധാനപ്പെട്ട കൗൺസിലർമാർ പോലും, പ്രധാനപ്പെട്ട ആരൊക്കെയുണ്ടോ അവരെല്ലാവരും എത്തി നിൽക്കുന്നത് അവസാനം ദുആ എന്ന് പറയുന്ന, ദുആ ചെയ്യുക എന്ന ഒരൊറ്റക്കാണ്. അങ്ങനെയുള്ള ഒരു മജ്ലിസാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ ഇരുത്തവും ഈ കേൾവിയും അല്ലാഹു സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ നമ്മുടെ ജീവിക്കുന്ന സമകാലീന വ്യവസ്ഥയിൽ ആക്രമണങ്ങളും ഏറ്റവും അധികമായ സംസ്കാരങ്ങളെ മനുഷ്യർ ഏറ്റെടുക്കുമ്പോൾ പോലും ദുആയുടെ കവാടമടയുന്നില്ല. എത്ര വലിയ ക്രൂരതകൾ മനുഷ്യർ ചെയ്യുമ്പോഴും, എത്ര വലിയ ആക്രമണങ്ങൾ മനുഷ്യർ ചെയ്യുമ്പോഴും ദുആ, അല്ലാഹുവിൽ നിന്ന് ദുആയുടെ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്താണല്ലോ നേപ്പാളിന്റെ ഭൂമിക ഇന്ന് വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് മഞ്ഞു തുള്ളി പോലെ അലിഞ്ഞു തീരുകയും മനുഷ്യർ ഐസുകട്ട പോലെ കബന്ധങ്ങൾ കുന്നുകൂടുകയും ആകാശം മുട്ടിപ്പറക്കുന്ന പറവകൾ മനുഷ്യരുടെ ശരീരങ്ങളെ കുത്തിവലിക്കുകയും ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ലേ? കടലാസ് തോണികൾ പാറിപ്പോകുന്നതുപോലെ, കടലാസ് തോണികൾ ഒഴുകിപ്പോകുന്നതുപോലെ വെള്ളങ്ങളിലൂടെ മനുഷ്യന്റെ ജീർണിച്ച ശരീരങ്ങൾ ഒഴുകിപ്പോകുന്ന ദുരന്തപൂർണമായ കാഴ്ചകൾക്ക് നമ്മുടെ നാട് സാക്ഷിയാകുമ്പോൾ, സഹോദരങ്ങളെ, ദുആക്കുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കുകയാണ്. മനുഷ്യർക്ക് വല്ലാത്ത പേടിയാണ്. മനുഷ്യരെ പിടിക്കുന്നുണ്ട്, മനുഷ്യരാരെയോ ഭയക്കുന്നുണ്ട്. അവിടെ ദുആയിന് വലിയ സ്ഥാനമുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ, എന്റെ ഭാര്യത്തിൽ വടകരയിൽ സയ്യിദ് ഹൈദ്രോസ് തങ്ങളുടെ വീട്ടിലിരിക്കുമ്പോ അങ്ങ് മംഗലാപുരത്ത് നിന്നൊരു ഫോൺ കോൾ വരികയാണ്. മഗ്‌രിബ് കഴിഞ്ഞപ്പോ ബഷീർ എന്ന് പറയുന്ന സഹോദരനാണ് ഫോൺ ചെയ്യുന്നത്. അയാൾ പറയും, ഇവിടത്തെ ഇടിയാണ്, ഭയങ്കര മിന്നാണ്, മിന്നും മിടിയും കൂടി ഈ ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പറമ്പിനെയും വിളക്കി മറിക്കുന്നു. ഞങ്ങളുടെ വീടുകളിൽ കരണ്ടില്ല, വെളിച്ചമില്ല, ഞങ്ങളുടെ മക്കൾ കരയുന്നു. ആകെ കൂടെ പേടിയാകുന്നു. തങ്ങളെ എന്തെങ്കിലും ചൊല്ലാൻ പറഞ്ഞു തരുമോ എന്ന്, ഒരു ദുആ പറഞ്ഞു തരുമോ എന്ന് എന്നോടിന്ന് മഗ്‌രിബിന് ശേഷവും ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു ചോദിക്കുകയാണ്. എല്ലാം കെട്ടടങ്ങുമ്പോ, എല്ലാം അവസാനിക്കുമ്പോ മനുഷ്യൻ എത്തുന്നത് ദുആയുടെ പാരമ്യതയിലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ദുആ ചെയ്യണം. ദുആ വളരെ വലുതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മനുഷ്യർ ധാർമ്മികമായി ജീവിക്കുമ്പോഴും മനുഷ്യരേറ്റവും മോശമായ സംസ്കാരത്തെ ലോകത്ത് സമ്മാനിക്കപ്പെടുമ്പോഴും ഒരു ദുആയുടെ കവാടം എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വന്ന ഒരു ചിത്രവും ഒരു ന്യൂസും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെയോ? അങ്ങ് നേപ്പാളിലെ
വെള്ളവും മഴയും പൊക്കിയെടുത്ത ഒരു നാട് കവറുത്തത്. ആ നാട്ടിൽ അതാ ദുരന്തങ്ങൾ തന്റെ രാക്ഷസ പല്ലുകാട്ടി ചിരിച്ചപ്പോ മനുഷ്യരൊന്നടങ്കം ബിൽഡിങ്ങുകളുടെ കീഴിൽ അമർന്നുപോയപ്പോ ആണ്ടുകളുടെ വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് മനുഷ്യൻ നിർമ്മിച്ച ബിൽഡിങ്ങൾ 1.5 മിനിറ്റ് കൊണ്ട് മനുഷ്യന്റെ ശവക്കല്ലറയായി മാറിയ സാഹചര്യത്തിൽ അവിടേക്ക് പോവുകയാണ് ചില ചെറുപ്പക്കാർ. അങ്ങോട്ട് പോയിട്ട് അവരുടെ അത്യാധുനിക മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ എല്ലാ സൗകര്യങ്ങളുമുള്ള മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അട്രാക്ഷൻ ഫിഗറുള്ള തന്റെ ഫോട്ടോ മൊബൈലിൽ പകർത്തുന്ന ദുരന്തപൂർണമായ കാഴ്ച. അതേ മനുഷ്യൻ ദാഹജലത്തിനു വേണ്ടി അലയുമ്പോ, രക്ഷാ കൈകൾക്കു വേണ്ടി മനുഷ്യൻ അട്ടഹസിക്കുമ്പോ, കുഞ്ഞുമക്കൾ ശിരസ് കമ്പിക്കടിയിൽ ചേർന്നുപോയിട്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുമ്പോ അതിന്റെ അടുത്ത് നമ്മളുടെ ചെറുപ്പക്കാര് ചെന്നു നിന്നിട്ട് സെൽഫി അടിക്കുന്ന ദുരന്തപൂർണമായ കാഴ്ച സഹോദരങ്ങളെ സങ്കടപ്പെടുത്തുകയാണ്. ദുരന്തം കാർന്നു തിന്നുന്ന ഒരു നാട്ടിൽ പോയിട്ട് തന്റെ അട്രാക്ഷൻ ഫിഗറുള്ള ഫോട്ടോ മൊബൈലിൽ പകർത്തിയിട്ട് ലോകത്തിന് കൈമാറുന്ന സംസ്കാരം, അത്രയും വലിയ ധാർമ്മികത ലോകത്ത് നടക്കുമ്പോഴും സഹോദരൻ തുറന്നിടുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സഹോദര, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, അവൻ വിചാരിക്കുകയാണ്, അവനെ സംബന്ധിച്ച് തന്നെക്കുറിച്ച് വിചാരിക്കുന്നു, ഞാനെല്ലാത്തിനും മതിയായവനാണ്, ഞാനെല്ലാത്തവനും പോന്നവനാണ്, ഞാനാണ് ഉഷാറെന്ന് വിചാരിക്കുകയാണ്. ദുരന്തപൂർണമായ ഭൂമിയിലും സെൽഫി അടിച്ച് സന്തോഷപ്പെടുന്ന മനുഷ്യ, നീയൊക്കെ നിന്നെക്കുറിച്ച് വലുതായി വിചാരിക്കുന്നുവെങ്കിൽ അല്ലാഹു നിന്നെ എത്ര വലിയ നിസ്സാരനാക്കിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതുമാത്രമല്ല, അങ്ങ് മദീനയുടെ ചിത്രം, മദീനയിലേക്ക് ചില ആളുകൾ പോകുകയാണ്. എവിടെയാണ് മദീന? അല്ലാഹുവിന്റെ മലക്കുകൾ പാറാമു നിൽക്കുന്ന ഭൂമികയിലെ പ്രദേശമല്ലേ മദീന? മദീന കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? മദീനയെ മോഹിക്കാത്തവരുണ്ടോ? ബല്ലിഗ് സലാമി റൗളതൻ ഫീഹി നബിയിൽ മുഹ്തറം. അല്ലാമ ഇഖ്ബാൽ പാടിയതാണ്. ആർത്തിരമ്പി വരുന്ന അറബിക്കടലിന്റെ തിരമാലകളെ പ്രതാപത്തിന്റെ വീരസ്മരണകൾ ഉയർത്തുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ ഇത് ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി സംവദിക്കാൻ വേണ്ടി അറബിക്കടലിലൂടെ കടന്നുപോകുന്ന കാറ്റിന്റെ ഗതിവിഗതിയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന കപ്പൽ മധ്യധരണിയാഴിയിലെത്തുമ്പോ ഹിജാസിലേക്കുള്ള വഴി കാണിക്കുന്ന മെഡിറ്ററേനിയനിലെത്തുമ്പോ സഹോദരങ്ങളെ, ഇത് മദീനയിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയാണെന്നല്ല ഇഖ്ബാൽ മനസ്സിലാക്കുമ്പോ അവിടുന്ന് പാടുകയാണ്. അറബിക്കടലിനെ തലോടുന്ന കാറ്റുകളോട്, പായക്കപ്പലുകളെ തലോടുന്ന കാറ്റുകളോട് അല്ലാമ ഇഖ്ബാൽ പാടുകയാണ്, ബൽസലാമി റൗളതൻ ഫീഹി നബിയിൽ മുഹ്തറം. അല്ലയോ ഇളങ്കാറ്റ്, അല്ലയോ കാറ്റ്, നീ പോയിട്ട് ഈ റസ്വാത്ത്, ഈ അങ്ങ് മദീന കിടക്കുന്ന തിരുറൗളയിൽ കിടക്കുന്ന മുത്തുനബിക്ക് എത്തിക്കുമോ എന്ന് കാറ്റിനോട് സംഭാഷണം നടത്തുന്ന അല്ലാമ ഇഖ്ബാൽ പഠിപ്പിക്കുന്നത് മദീനയുടെ പുണ്യമാണ്. അല്ലാമ ഇഖ്ബാൽ രോഗിയായി കഴിഞ്ഞപ്പോ വീട്ടിൽ കിടക്കുകയാണ്, വെള്ളവിരിപ്പിൽ കിടക്കുകയാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സംസാരിക്കരുതെന്ന്. അപ്പോഴാണ് ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ അംബാസിഡർ എന്നറിയപ്പെടുന്ന അലീമിയാൻ എന്ന അപരനാമത്തിൽ ലോകത്ത് പരിശുദ്ധമായ റമദാനിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയ അലീമിയാൻ അബുൽ ഹസൻ അലി നദ്വി, അദ്ദേഹവും തന്റെ കൂട്ടുകാരനും കൂടി അല്ലാമ ഇഖ്ബാലിനെ കാണാൻ പോകുകയാണ്. അദ്ദേഹത്തിന്റെ ഖിറാഅത്തുർ റഷീദ എന്ന് പറയുന്ന അതിചടുല സാഹിത്യത്തിന്റെ നന്മകളെ പ്രകാശിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ
വളരെ സുന്ദരമായി അത് പറഞ്ഞിട്ടുണ്ട്. കാണാൻ ചെന്നപ്പോ അല്ലാമ ഇക്ബാലിന്റെ മക്കൾ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ കാണാനായിട്ടില്ല, സംസാരിക്കാനായിട്ടില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സന്ദർശനം പാടില്ലെന്ന്, സംസാരിക്കരുതെന്ന്. പക്ഷെ അല്ലാമ ഇക്ബാൽ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുകയാണ്. അതാ ആ മഹോന്നതമായ കൃതിയിൽ രേഖപ്പെടുത്തുന്നു, വവസൽനാ ഇലൽ മദീന, ഞങ്ങളുടെ സംസാരം മദീനയെക്കുറിച്ചായി, ഞങ്ങളുടെ സംസാരം മദീനയെക്കുറിച്ചായി, മദീനയെക്കുറിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത്. വവസൽനാ ഇലൽ മദീന, മദീനയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോ ഫഹന്ന ഇക്ബാൽ, ഇക്ബാലിന്റെ തൊണ്ട മിടറിപ്പോയി, വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിയിട്ട് പുറത്തേക്ക് വരാതെ കെട്ടപ്പെടുകയാണ്. ഫഹന്ന ഇക്ബാൽ, ഇക്ബാൽ, ഇക്ബാൽ കരഞ്ഞു, കണ്ണീർ വാർത്തു, പൊട്ടിക്കരഞ്ഞു. ഫഹന്ന ഇക്ബാൽ വബകൈനാ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ കരഞ്ഞു എന്ന് അബുൽ ഹസൻ അലീന്റെ ദിവ്യ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മദീന കേൾക്കുമ്പോഴാണ് ആ മദീനയുടെ ആ റൗളയുടെ അടുത്തു ചെന്നിരുന്നിട്ട് മനുഷ്യൻ തന്റെ മൊബൈലിൽ തന്റെ പിക്ചർ പകർത്തുകയാ, തിരിഞ്ഞു നിന്നിട്ടാണ് പകർത്തുന്നത്. റസൂലുള്ളയോട് സലാം പറയേണ്ട മനുഷ്യൻ, റസൂലുള്ളയിലേക്ക് അഭിമുഖമാക്കേണ്ട മനുഷ്യൻ, അവന്റെ പിറകുവശം റൗളയോട് ചേർത്തു നിന്നിട്ട് സെൽഫി അടിച്ചിട്ട് ലോകത്തിന് കൈമാറുന്ന അതിദാരുണമായ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ മകുടമായ ഉദാഹരണങ്ങൾ ലോകത്ത് സംഭവിക്കുന്നു. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, 1400 കോടി മുസ്ലിം ഉമ്മത്തിന്റെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരങ്ങളിലെ രാജകുമാരനായ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയേണ്ട ചെറുപ്പക്കാരാ, നീ നിന്റെ ബേക്ക് ഭാഗം റസൂലുള്ളയോട് ചേർത്തിട്ട് നിന്റെ നെഞ്ചിന്റെ ഭാഗം, നിന്റെ നെഞ്ചിൻ കൂടും നിന്റെ മുഖവും മൊബൈലിൽ പകർത്തിയകപ്പെടുത്തിട്ട് അഭിമാനിക്കുകയാണല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ദുആയുടെ കവാടമടയുന്നില്ല. ഇതിന്ന് നടക്കുന്ന കാര്യമാണ്. ഇത് വർത്തമാന സാഹചര്യത്തിലെ വാർത്തകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നാൽ കേൾക്കണോ നിങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുകയാണ്, ദുആയിലൂടെ പെയ്തിറങ്ങുകയാണ്. അറിയുമോ നിങ്ങൾക്ക് നഫീസ ഖർമാസിയെ അറിയുമോ? ചില ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും നഫീസ ഖർമാസിയെ. അങ്ങ് തുനേഷ്യയിലെ പെണ്ണാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, ഫാത്തിമത്തു സഹറ ബതൂൽ റളിയല്ലാഹു അൻഹാ, നഫീസത്തുൽ മിസ്രിയ ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ വെള്ളിനെ ഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ. നമ്മുടെ ഗതകാല ചരിത്രത്തിന്റെ മഹിതമായ ഗ്രഹാതുരത്വത്തിന്റെ അതിമനോഹരമായ ഒരു ഓർമ്മകളായി അതൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു കളഞ്ഞോടുകയല്ലേ നമ്മുടെ സമൂഹങ്ങൾ. ചുരുക്കത്തിൽ നഫീസ ഖർമാസിയെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക്. നിങ്ങൾ നഫീസത്തുൽ മിസ്രിയെ കേട്ടിട്ടുണ്ട്, ഫാത്തിമ ബീവിയെ കേട്ടിട്ടുണ്ട്, ഖദീജ ബീവിയെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരാളെ കൂടി സദസ്സിൽപ്പെടേണ്ട വാക്കുകൾ ഞാൻ പിൻവലിക്കട്ടെയോ? സഹോദരങ്ങളെ, നഫീസ ഖർമാസി ജീവിക്കുന്ന സഹോദരിമാർക്കൊരു ഉദാഹരണമാണ്. ദുആ ചെയ്യണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു ഉദാഹരണമാണ്. ശിഫായില്ലെന്ന് വിശ്വസിച്ച മാറാരോഗികൾക്ക് അതൊരു പാഠം. സഹോദരങ്ങളെ, ക്യാൻസറിന്റെ ഭ്രാന്തമായ കോശങ്ങൾ ശരീരോഗികൾക്ക് നഫീസ ഖർമാസി മാതൃകയാണ്. പ്രമേഹവും ഷുഗറും ജീവിതത്തിന്റെ താളക്രമങ്ങളെ തെറ്റിച്ച മനുഷ്യർക്കു മാതൃകയാണ്. മാത്രമല്ല, നഫീസ ഖർമാസി ലോകത്ത് നൽകുന്ന വലിയ സന്ദേശം
അല്ലാഹുവിന് എല്ലാ മരുന്നുകളുടെയും മേലിൽ ആധിപത്യമുണ്ട്, എല്ലാ ചികിത്സകളുടെ ും ആധിപത്യമുണ്ട്. നിന്റെ കാലാവസ്ഥകൾ, നിന്റെ വെതർ, നിന്റെ സാഹചര്യങ്ങൾ, നിന്റെ എല്ലാ പ്രതീക്ഷകളും നിനക്ക് അനുകൂലമല്ലെങ്കിൽ കൂടി അല്ലാഹുവിന്റെ ദുആഇന്റെ വലിയ ഒരു സുഗന്ധം നിനക്ക് അല്ലാഹു തുറന്നു വച്ചിരിക്കുന്നു. ദുആയുടെ വലിയൊരു വാതായനം നിനക്ക് തുറന്നു വച്ചിരിക്കുകയാണ്. നീ ദുആ ചെയ്യണേ, നീ ദുആ ഇരക്കണേ എന്ന് 1000 വട്ടം നമ്മളെ പഠിപ്പിക്കുകയാണ് നഫീസ ഖർമാസി. അഭിവന്യനായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്റെ അഭിവന്യരായ എന്നെ ഞാനാക്കിയിട്ടുള്ള ആർമി കുട്ടിയസൻ ദാരിമി എന്ന മഹാപണ്ഡിതന്റെ ആ ഉസ്താദിന്റെ പ്രിയപുത്രൻ അബൂബക്കർ ഉസ്താദ് എന്നോട് ഓർമ്മപ്പെടുത്തി. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അവസാനം വായിക്കുമെന്ന് ഇരിക്കട്ടെ. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുടെ മാപ്പുകൾ എഴുതിക്കൊടുത്ത സഹോദരിമാരില്ലേ ഇവിടെ, സഹോദരന്മാരില്ലേ ഇവിടെ? നിങ്ങൾക്കൊരു പ്രതീക്ഷയാണ് ഞാൻ പറയാൻ പോകുന്ന നഫീസ ഖർമാസി. നഫീസ ഖർമാസി ഇന്ന് വൈറലാണ്. നഫീസ ഖർമാസിയുടെ 2 കണ്ണുകളും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ ഭൂമി ലോകത്തെ, ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. കണ്ണിന്റെ ഞരമ്പുകളിൽ രക്തം കട്ടപിടിച്ചിട്ട് കണ്ണു കാണാതായിരിക്കുന്നു നഫീസ ഖർമാസിക്ക്. നഫീസ ഖർമാസി എന്ന സഹോദരി കാരിച്ചല്ലാത്ത ആശുപത്രികളില്ല. നഫീസ ഖർമാസി എന്ന സഹോദരി ചെന്നുമുട്ടാത്ത വാതിലുകളില്ല. അത്യാധുനിക മെഡിക്കൽ മേത്രകളും അതിന്റെ ടാബ്ലറ്റ്സുകളും മുഴുവൻ കണ്ടുപിടുത്തങ്ങളും ഉപകരണങ്ങളും ഈ സർമസിയെ ശോചെങ്കിലും ശിഫ നൽകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ലോകത്തെ പേരുകേട്ട ആരുതാലയങ്ങളിലെ വിശ്വങ്കരന്മാർ വിധി നിർണയിച്ചിരിക്കുന്നു, താങ്കൾക്ക് ഫലമില്ല, താങ്കൾക്ക് മരുന്നില്ല, നിങ്ങൾ അന്ധയായി മരും. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ മൂർധാവ് കാണാൻ കഴിയില്ല, നിങ്ങളുടെ ഭർത്താവിനെ കാണാൻ കഴിയില്ല എന്നല്ല, നിങ്ങൾക്ക് ഒരു വൃക്ഷത്തിന്റെ തരി പോലും നിങ്ങളുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയില്ല നഫീസ എന്ന് പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് ആശുപത്രി പടികളിറങ്ങുന്ന നഫീസമാർ പ്രതീക്ഷയുണ്ടായിരുന്നു. അല്ലാഹു അല്ലേ, നമ്മളോട് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പേടിയല്ലേ? രോഗികൾ പേടിക്കുകയാണ്, ഡോക്ടറിനെയാണ് മനുഷ്യർക്ക് പേടി. സുബഹി നിസ്കരിക്കാത്തവനും മോർണിംഗ് വാക്ക് നടത്തുന്നു. സുബഹി നിസ്കരിക്കാത്ത സഹോദരിമാർ പോലും മോർണിംഗ് വാക്ക് നടത്തുന്നു, രാവിലെ നടക്കുന്നു. ഡോക്ടറുടെ നിർദ്ദേശമാണ്. പ്രഭാതവേളയിലെ നിസ്കാരത്തിന് എഴുന്നേൽക്കാൻ മടിയുള്ള മനുഷ്യനും അടുത്തുള്ള MD നിർദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഒരു വിശ്വങ്കരൻ നിയമം പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നടക്കുകയാണ്. സുബഹി നിസ്കരിക്കാൻ റബ്ബ് പറഞ്ഞപ്പോ നമുക്ക് മടിയാണ്. സഹോദര, ഇവിടെ ദുആക്ക് ഉത്തരം കിട്ടുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നഫീസ ഖർമാസിയത ആശുപത്രികളോട് വിട, മുഴുവൻ മരുന്നുകളോടും വിട, മുഴുവൻ മാത്രകളോടും ടാബ്ലറ്റ്സുകളോടും മുഴുവൻ മരുന്നുകളോടും വിട പറഞ്ഞുകൊണ്ട് വരികയാണ്. എവിടേക്കാണെന്നറിയുമോ വരുന്നത് സഹോദരങ്ങളെ? അവിടെ അകാരങ്ങളിൽ കഴിഞ്ഞിരുന്ന ഒരു സമുദായത്തെ വിരാമമില്ലാത്ത വിജ്ഞാനത്തിന്റെ അനന്തതയിലേക്ക് ആവാഹിച്ച അല്ലാഹുവിന്റെ വിശ്വപ്രശസ്തമായ വിശ്വാസ പ്രമാണങ്ങൾ ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ നിയുക്തരായ പ്രവാചക ശൃംഖലയിലെ സമാപ്ത ബിന്ദുവേ വിശ്വഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങളടുത്തേക്കാണ് വരുന്നത്. തങ്ങളവരുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് നേരെ കഅബാലയത്തിലേക്ക് പോകുന്നു. ഇബ്രാഹിമി പാരമ്പര്യത്തിന്റെ, ഇസ്മാഈലി പാദസ്പർശനത്തിന്റെ, നൂഹ് നബിയുടെ കരസ്പർശത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ സിരാകേന്ദ്രം കഅബാലയം, മക്കയുടെ ചരിത്രത്തെ നിർമ്മിച്ച കഅബാലയം. ആ കഅബാലയത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് നഫീസ ഖർമാസി പറയുകയാണ്, അല്ലാഹുവേ അല്ലാഹുവേ, കളകളാ ശബ്ദമുണ്ടാക്കി ഒഴുകുന്ന കൊച്ചരുവികളും അവചെന്നെത്തുന്നവൻ സമുദ്രങ്ങളും ആ സമുദ്രത്തിലൂടെ ഊരിയിടുന്ന ചെറു മത്സ്യങ്ങളും അവയെ ആഹരിക്കുന്ന നീലത്തിമിംഗലങ്ങളും വൻപർവ്വതങ്ങളും പർവ്വതക്കെട്ടുകളും ആകാശം മുട്ടി നിൽക്കുന്ന വൃക്ഷങ്ങളും വൃക്ഷത്തലപ്പിൽ ചിറകിട്ടടിക്കുന്ന പറവകളും
സർവ്വതും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വസംവിധായകനായ സർവ്വസംഹാരകനായ അല്ലാഹുവേ, മന്നാനെ, ദയ്യാനെ, സുബ്ഹാനെ, ജല്ലടിമയായ നഫീസ ഖർമാസിയുടെ 2 കണ്ണുകളിലും രക്തം കട്ടപിടിച്ച് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മുഴുവൻ ഡോക്ടർമാരും വിധിയെഴുതി നീ ഇരുട്ടിനെ പ്രാപിക്കേണ്ടവളാണെന്ന്. പക്ഷേ റഹ്മാനായ റബ്ബേ, നിന്നിലേക്കുള്ള പ്രതീക്ഷ ഇതുവരെ അസ്തമിച്ചിട്ടില്ല. ഇപ്പോഴും പ്രതീക്ഷയുടെ ചക്രവാളം സൂര്യൻ നടക്കുകയാണ്. ഇപ്പോഴും എനിക്ക് നിന്നിൽ പ്രതീക്ഷയുണ്ട് റബ്ബേ. ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള കാണാൻ നഫീസ ഖർമാസിക്ക് ശക്തി പകരണേ, എന്റെ കണ്ണിനു കാഴ്ച തരണേ എന്ന് ദുആ ചെയ്തപ്പോ സഹോദരങ്ങളെ, കാണാതിരുന്ന കണ്ണുകളിൽ കട്ടപിടിച്ച ഞരമ്പുകളിൽ, കണ്ണിന്റെ കട്ടപിടിച്ച ഞരമ്പുകളിൽ രക്തം സർക്കുലേഷൻ ചെയ്യുകയാണ്. വെളിച്ചം കാണുകയാണ്, ലോകം കാണുകയാണ്, പ്രപഞ്ചം കാണുകയാണ്. എന്താണ് ആദ്യമായി കാണുന്നത്? നമ്മുടെ ഏവരുടെയും ലോകത്തിന്റെ തന്നെ നേതാവായ നാം നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപോരുന്ന ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയാണ്. എന്താ സംഭവിച്ചത്? അല്ലാഹുവിലുള്ള പ്രതീക്ഷയാണ്, ദുആ ചെയ്യാനുള്ള മനസ്സാണ്. നിങ്ങൾക്ക് ദുആ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടോ? അല്ലാഹുവിൽ ഒരു പ്രതീക്ഷയുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിരാശപ്പെടരുതേ, നിങ്ങൾ നിരാശപ്പെടരുതേ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പലർക്കും നിരാശാബോധമുണ്ടാവും. എത്ര വയലുകളുടെ സദസ്സിലാണ് ഞാൻ പങ്കുകൊണ്ടത്, എത്ര മജ്‌ലിസ് ഞാൻ സന്നിഹിതനായത്, എത്ര നേരത്താണ് ഞാൻ നേർച്ച ചെയ്തത്, എങ്ങനെ, എവിടെ, ആർക്ക്, എപ്പോഴൊക്കെയാണ് ഞാൻ എന്റെ രോഗത്തിന് വേണ്ടി എന്തൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കവറ് കൊടുത്തു, പണം കൊടുത്തു, തേങ്ങ കൊടുത്തു, കോഴി കൊടുത്തു, പലതും കൊടുത്തല്ലോ ഞാൻ, പലതും നേർച്ച നേർന്നല്ലോ ഞാൻ, പലതും ദുആ ചെയ്യിപ്പിച്ചല്ലോ ഞാൻ. എന്റെ വിഷമങ്ങളെ അല്ലാഹു കാണാത്തത്? എന്തേ എനിക്ക് എന്റെ പ്രാർത്ഥനകളെ സ്വീകരിക്കപ്പെടാത്തത്? സഹോദരങ്ങളെ, അങ്ങനെ മനസ്സ് നിങ്ങളെ കുത്തി നോവിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ നിരാശപ്പെടരുതേ, നിങ്ങൾ നിരാശപ്പെടരുതേ, നിങ്ങൾ നിരാശപ്പെടരുതേ. നിങ്ങൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരറ്റത്ത് വെച്ച് അല്ലാഹു അതിന് ഉത്തരം നൽകുമെന്നാണ്. സഹോദരാ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ പുത്തൂരെന്ന് പറയുന്ന ചിത്രമാന്യ കർണകയുടെ നാടുകളിൽ നിന്ന് മലയിറങ്ങി ഇങ്ങോട്ട് വരുമ്പോ സഹോദരങ്ങളെ, എന്റെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് വലിയ സങ്കടത്തിലാണ്. എന്റെ 7 മണിക്ക് വാതിൽ തുറന്നാൽ രോഗികളുടെ നിരയാണ്. ഏതൊക്കെ രോഗികളാണെന്നറിയുമോ? ക്യാൻസർ രോഗികളാണ്. ഞാനൊരു ഡോക്ടറല്ല, ഞാനൊരു MBBS-കാരനല്ല, ഞാനൊരു നഴ്സ് കൂടിയല്ല. പക്ഷേ എന്റെ വീട്ടിന്റെ മുമ്പിൽ എന്റെ കൂടെ വരുന്ന സുഹൃത്തുക്കൾ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അവര് പോലും ഉറങ്ങുന്നത് 1 മണിക്കും 2 മണിക്കുമാണ്. എന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു സ്ത്രീയുടെ മുലയിൽ ക്യാൻസറാണ്. അമൃതക്കും നിറഞ്ഞു നിൽക്കമൃതം ചുരത്തുന്ന അമൃതകുംഭങ്ങളിൽ കുട്ടിക്ക് മുല കൊടുക്കാൻ കഴിയാതെ കൈവച്ചിട്ട് എന്റെ കൈന്റെ മുലയിൽ ക്യാൻസറാണെന്ന് പറഞ്ഞ സഹോദരിയെ കണ്ടപ്പോ 12 വയസ്സുകാരനായ കുട്ടിയുടെ കൽബിൽ ക്യാൻസറാണെന്ന് പറഞ്ഞപ്പോ വേദന കൊള്ളുകയാണ്, വേദനിച്ചു പോവുകയാണ്. എന്തു മറുപടി പറയും ഞാൻ? നിറയ്ക്കുന്ന മരുന്ന് ഷീറ്റുകളാണ്, ഡയാലിസിസുകൾ ചെയ്ത രോഗികളാണ്, കുഴഞ്ഞു വീണ രോഗികളാണ്. ചുരുക്കത്തിൽ 7 മണി മുതൽ രാത്രി 12 മണി വരെ എന്റെ വീട്ടിന്റെ മുറ്റത്ത്, എന്റെ വീട്ടിൽ വരുന്ന രോഗികൾക്ക് ചായയും വെള്ളവും കൊടുക്കാൻ വേണ്ടി എന്റെ കുടുംബത്തെ കൂടി ഞാൻ അങ്ങോട്ട് കൂട്ടിയിരിക്കുകയാണ്. കാരണം വിശന്നു വലഞ്ഞ് രോഗത്തിന്റെ ഗുളികയുമായി എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരോട് ഒരു വെള്ളം കൊടുക്കാൻ ഒരാൾ വേണമല്ലോ. ചുരുക്കിപ്പറഞ്ഞാൽ രോഗികൾ കൂടുകയാണ്, മരുന്നുകൾ നിഷ്ഫലമാണ്. ഇവിടെ ദുആ മാത്രമാണ് നമ്മുടെ കേദാരം, ദുആ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹുവേ, ഈ സസ്സുരുമിച്ചുകൂടി ആരുടെയെങ്കിലും ശരീരങ്ങളിൽ
ക്യാൻസറിന്റെ അംശങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ മജ്ലിസിന്റെ പ്രത്യേകത കൊണ്ട് നീ ശിഫയായ റഹ്മാനെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ധാരാളം സഹോദരിക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുമെന്ന് ഉസ്താദ് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മുടെ തലവേദനയും കാലുവേദനയും കൈവേദനയും അതുപോലെ പല രോഗങ്ങളുമുണ്ട്. അല്ലാഹു അത് ശിഫയാക്കട്ടെ. രോഗങ്ങളുടെ പട്ടിക നീണ്ടതുകൊണ്ട് ഞാനത് വായിക്കാൻ ഇഷ്ടപ്പെടുകയല്ല. സഹോദരങ്ങളെ, ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ദുആ ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. ദുആ ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് വലാ മുഹമ്മദ്. സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു ഉബാദയുടെ വീട്ടിലേക്ക് പോകുകയാണ്. സഅദ് ഇബ്നു ഉബാദയുടെ വീട്ടിന്റെ വാതിലിന്റെ നേരെ നിന്നിട്ട് പറയുകയാണ്, യാ സഅദ് ഇബ്നു ഉബാദ, അസ്സലാമു അലൈക്കും യാ സഅദ് ഇബ്നു ഉബാദ. വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന സഅദ് ഇബ്നു ഉബാദ സലാം അടക്കിയില്ല. രണ്ടാമതും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും യാ ഉബാദ, അപ്പോഴും സഅദ് ഇബ്നു ഉബാദ സലാം മടക്കിയില്ല. മൂന്നാമതും അസ്സലാമു അലൈക്കും യാ സഅദ് ഇബ്നു ഉബാദ, അപ്പോഴും സലാം മടക്കിയില്ല. ഉടൻ തന്നെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയാണ്, വീട്ടുകാരുണ്ടായിരിക്കില്ല, വീട്ടിൽ വാതിൽ തുറക്കാൻ അവർക്ക് മനസ്സുണ്ടായിരിക്കില്ല, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായി കാണും. തിരിച്ചു നടക്കുകയാണ് ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി. മുന്നോട്ട് നോക്കിയാൽ മണൽത്തിട്ടകളും പിന്നോട്ട് നോക്കിയാൽ വടക്കൻ കാറ്റുകളും മാത്രം കാണുന്ന അറേബ്യൻ മണൽപ്പരപ്പിനെ ധന്യമാക്കി നടന്നു പോവുകയാണ്, തിരിച്ചു പോവുകയാണ് ലോകത്തിന്റെ നേതാവ് ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മുഹമ്മദ് ഉറക്കെ ചൊല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു നടന്നു പോവുകയാണ്. വീടിന്റെ വാതിലിന്റെ സാക്ഷ്യയിട്ടിട്ട് ഉടൻ തന്നെ സാക്ഷ്യ അഴിച്ചു മാറ്റിയിട്ട് സഅദ് ഇബ്നു ഉബാദ ഓടി ചെല്ലുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് അസ്വസ്ഥനായിട്ട് പറഞ്ഞു, യാ അല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ ഖലീലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ, അങ്ങന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ വാതിൽ തുറക്കാതിരുന്നത്, അങ്ങയുടെ സലാം പറഞ്ഞിട്ട് ഞാനത് മടക്കാതിരുന്നത് മനഃപൂർവമാണ് ഹബീബേ. രണ്ടാമതും അങ്ങയുടെ വിശുദ്ധ നാവുകൊണ്ട് അസ്സലാമു അലൈക്കുമെന്ന് പറഞ്ഞപ്പോഴും സഅദ് സലാം മടക്കിയില്ല റസൂലേ. മൂന്നാമതും അങ്ങ് സലാം ഉരവിട്ടപ്പോ ഈ സഅദ് ഇബ്നു ഉബാദ സലാം മടക്കിയില്ല ഹബീബേ. പൊറുക്കണേ യാ റസൂലല്ലാഹ്, ക്ഷമിക്കണേ യാ റസൂലല്ലാഹ്, ഞാൻ എന്തിനാണെന്നോ സലാം മടക്കാതിരുന്നത്. അങ്ങയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്, അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്ന ദുആയാണ്. കബൂലിയത്തിന്റെ നിലക്കാത്ത ഉറവിടമാണങ്ങ്, നിരസിക്കാത്ത പ്രാർത്ഥനയുടെ ഉടമയാണങ്ങ്. യാ ഹബീബല്ലാഹ്, അങ്ങ് അസ്സലാമു അലൈക്കുമെന്ന് പറഞ്ഞപ്പോ അറിയാമല്ലോ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്നല്ലേ. അങ്ങൊന്നാമത്തെ സലാം പറഞ്ഞപ്പോ അതൊരു ദുആയാണല്ലോ, അതെന്റെ കുടുംബത്തിന് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. രണ്ടാമതും അങ്ങ് സലാം പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവിന്റെ ദുആയല്ലേ, ഇനിയും എന്റെ കുടുംബത്തിന് കിട്ടട്ടെ. മൂന്നാമതും പറഞ്ഞപ്പോൾ ഞാൻ മടക്കിയിരുന്നെങ്കിൽ അങ്ങിനി സലാം പറയില്ലല്ലോ എന്നാഗ്രഹിച്ചുകൊണ്ടാണ് യാ റസൂലല്ലാഹ് ഞാൻ സലാം പറയാം പറഞ്ഞിട്ട് മടക്കാതിരുന്നത്. അങ്ങനെ മുഴുവൻ ദുആയും എന്റെ കുടുംബത്തിന് കിട്ടണമേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു മുഹമ്മദ് അലൈഹി വസല്ലം സല്ലല്ലാഹു മുഹമ്മദ്
അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ ദുആക്ക് പ്രതീക്ഷിച്ച സഹാബത്തിന്റെ മകുട മനോഹരമായ മാതൃകകൾ ഈ ഉമ്മത്തിന്റെ എക്കാലത്തെയും പ്രതീക്ഷയാണ്, ഈ ഉമ്മത്തിന്റെ എക്കാലത്തെയും ആവേശമാണ്, ഈ ഉമ്മത്തിന്റെ എക്കാലത്തെയും മനസ്സിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങേണ്ട ആശയമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ദുആ ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ ഉണ്ടാവണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട റോഡിന്റെ സൈഡുകളിൽ നിൽക്കുന്ന സഹോദരൻ, ഞാനും ഒക്കെ അള്ളാഹുവിന്റെ വിളിയാളങ്ങൾക്ക് പാത്രമാവേണ്ടവരല്ലേ? ഒന്നീ സദസ്സ് ധന്യമാക്കിയെങ്കിൽ, നിങ്ങൾ വന്നൊന്നിരുന്നിട്ട് ഈ മജ്‌ലിസിലൊന്ന് കൂടിയിരുന്നെങ്കിൽ എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നുകയാണ് നിങ്ങളോട്. നിങ്ങൾ ഈ നാട്ടിലെ ഉസ്താദ് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നോട് പറഞ്ഞു, നല്ല നാട്ടുകാരാണ്, ദീനിനെ സ്നേഹിക്കുന്നവർ, അനുസരണയുടെ പടച്ചട്ടയാണ് അവർ പുതച്ചിട്ടുള്ളത്, അവർ സദസ്സിനെ ഭംഗിയാക്കുന്നവരാണ്, മുമ്പിൽ സ്ഥലമില്ല എന്ന് കരുതിയാണ് നിങ്ങൾ ിരിക്കുന്നതെങ്കിൽ സഹോദരാ, ഞാൻ ദുആ ചെയ്യാനും ദിക്ർ ചൊല്ലാനും തുടങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്തൊരു മഹത്വമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ സദസ്സിലൊന്നിരിക്കെ ഒന്ന് ചേർന്നിരിക്കണേ. നമ്മൾ ആരും പുറത്താവരുത്. നമ്മളെല്ലാവരും ദുആയുടെ ചുറ്റുവട്ടങ്ങളിൽ, ദുആയുടെ ഇട്ടാവട്ടങ്ങളിൽ നമ്മൾ സന്നിഹിതരാവണം. അല്ലാഹു അൽഹംദുലില്ലാ, ഈ നാട്ടുകാരെത്ര നല്ലവരാണ്. ഞാൻ ആദരിച്ചു പോവുകയാണ് നിങ്ങളെ, അറിയാതെ നിങ്ങളോട് സ്നേഹം തോന്നിപ്പോവുകയാണ്. അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന സഹോദരങ്ങൾ ഈ സദസ്സ് ധന്യമാക്കിയിരിക്കുന്നത് കാണുമ്പോ, ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഈ മജ്‌ലിസിലേക്ക് കയറി വരുന്നത് കാണുമ്പോ, ഇത് മറ്റൊരു നാടിന് കൂടി മാതൃകയാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട. ദുആയുടെ നമുക്ക് വേണ്ട. അൽഹംദുലില്ലാ. വഴിയോരങ്ങളിൽ, വഴിത്താരകളിൽ നിൽക്കുന്നവരെ, നിങ്ങൾ ഈ ദുആയുടെ മജ്‌ലിസിൽ വന്നിരിക്കണേ. നാളെ നമ്മുടെ മയ്യത്തുകൾ ഈ ഇരിക്കുന്നവരാണ് കാലുപിടിച്ചു കൊണ്ടുപോകേണ്ടത്. മൺചിരാതുകൾ കഥ പറയുന്ന ഖബറിന്റെ അകത്തളങ്ങളിൽ കൂട്ട്. ഇന്നത്തെ ദുആ മാത്രമായിരിക്കണം, നമ്മുടെ അഅ്മാലുകൾ മാത്രമായിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹത്തിൽ ചാലിച്ച ഭാഷയിൽ നിങ്ങളോട് സ്നേഹമായി സംവദിക്കട്ടെ. സദസ്സിൽ വന്നിരിക്കണേ, സദസ്സിൽ ഒരു നിയ്യത്തോടെ വന്ന് ഇരിക്കണേ. പ്രയാസമുള്ളവര് വരരുതേ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമോ കാലിന് വേദനയോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നു കൊള്ളുക. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ആഗ്രഹിച്ചു പോവുകയാണ്. കൂട്ടമായൊന്ന് ദുആ ചെയ്യാൻ ആഗ്രഹിച്ചു പോവുകയാണ്. എന്താണ് അങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന് അറിയണോ നിങ്ങൾക്ക്? ഒരൊറ്റ കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇത് SKSSFന്റെ സദസ്സല്ലേ? ഇത് SKSSFന്റെ സദസ്സല്ലേ? ഓർമ്മ വെച്ച കാലം മുതൽ ഈ കൊടി നെഞ്ചിലേറ്റിയതാണ്. ഇന്നിവിടെ നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ അഭിമാനമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഉസ്താദുമാരെ ഞങ്ങൾ കണ്ടുപിടിച്ചവരാണ്. ആദരണീയനായി ഞാൻ ആദ്യമായി ദർസിൽ പോകുന്നത് കുറ്റിക്കാട്ടൂരാണ്. കുറ്റിക്കാട്ടൂർ ആദ്യമായി ഞാൻ ദർസിൽ ചെല്ലുമ്പോൾ കാണുന്ന മുഖം RV കുട്ടി ഹസൻ ദാരിമി ഉസ്താദിന്റെതാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഒരു മഹാസ്ഥാപനത്തിന്റെ കാര്യദർശിയാണ്. ഒരു കാലിനൽപ്പം ബലക്കുറവുണ്ടെങ്കിലും 4 ആളുകൾക്ക് പകരമാണ് ആ കാലുകളെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും വലിയ ബർക്കത്ത് മഹാന്മാരുടെ കൂടെ സഞ്ചരിച്ചു എന്നതാണ്, മഹാന്മാരെ അനുധാവനം ചെയ്തു എന്നതാണ്. അവരുടെ പ്രിയ പുത്രന്റെ സേവനം ഈ നാട്ടിന് കിട്ടി എന്നത് ഞാൻ അദ്ദേഹത്തെ ഇരുത്തി പറയുകയല്ല. അള്ളാഹു അവർക്കൊക്കെ ഈ നാട്ടിന്റെ ദീനീയായ കർമ്മനിരതമായി മുന്നേറാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. ഇത് SKSSFന്റെ മജ്‌ലിസാണെന്ന് പറയുമ്പോ ആർക്കും വിഷമം തോന്നരുതേ. സദസ്സിലിരിക്കുന്നവർ പലരുമുണ്ടാകും, പക്ഷേ ഈ മജ്‌ലിസിനൊരു മഹത്വമുണ്ട്. ഞാനൊരൊറ്റ കാര്യം സൂചിപ്പിക്കട്ടെ. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഉസ്താദുമാർ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് നമ്മുടെ നോട്ടങ്ങളെ നമ്മൾ എറിയുമ്പോ, നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇത് വല്ലാത്തൊരു പ്രസ്ഥാനമാണ്. വെറുതെ ഇതിലേക്കൊന്ന് ചേർന്ന് നിന്നാൽ മതി. നാളെ നമുക്ക് ഹിദായത്തിന്റെ വാതിലുകൾ തുറക്കുന്ന ഒരു വലിയ ലോകമാണ് ഈ പ്രസ്ഥാനം. സഹോദരങ്ങൾ,
ഈ പ്രസ്ഥാനത്തിന്റെ അഭിമന്യനായ നേതാവായ KT മാനു മുസ്ലിയാർ ഓർത്തുപോവുകയാണ്. ഇവിടുത്തെ കുട്ടികളെ, SKSSF-ന്റെ കുട്ടികളെ, നിങ്ങളുടെ മരണത്തിന്റെ ചക്രവാളത്തിൽ നിങ്ങളുടെ ആയുസ് എത്തുമ്പോഴും നിങ്ങൾ നെഞ്ചിലേക്ക് ചേർത്തു പിടിക്കേണ്ടത് ഈ കൊടിയാണ്. കാരണം ഇത് ഹിദായത്തിന്റെ വാഹകരാണ്. ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാസമ്മേളനം കോഴിക്കോട്, അതേ കോഴിക്കോട്, ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിന്റെ അറബിക്കടലിന്റെ തിരമാലകളെ സാക്ഷി നിർത്തിക്കൊണ്ട് മറ്റൊരു അറബിക്കടൽ തീർത്തുകൊണ്ട് അതാ കോഴിക്കോട് മഹാസമ്മേളനം നടക്കുകയാണ്. കാലുമറിച്ചു വെക്കാൻ ഇടമില്ലാത്ത വിധം നിബിഡമായ സദസ്സിൽ മഹാസഹസ്ര സലിച്ച സദസ്സ്, ആലിമീങ്ങളുടെ സദസ്സ്, ഉലമാക്കളുടെ സദസ്സ്, ഇതുപോലെയുള്ള നാട്ടിലെ കർമ്മധീരരായ പടക്കുട്ടികളുടെ സദസ്സ്, സദസ്സിൽ ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ഉറ്റി നിൽക്കുന്ന മഹാസദസ്സിൽ ഉപവിഷ്ടനായിരിക്കുകയാണ് KT മാനു മുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ. വിജ്ഞാനത്തിന്റെ തലങ്ങളെ മനുഷ്യൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് പകർന്നു നൽകിയ, അല്ല കേരളത്തിന് പകർത്തുള്ള സ്റ്റേറ്റുകളിൽ പകർന്നു നൽകിയ, ഇന്ത്യക്ക് പുറത്തുള്ള സ്റ്റേറ്റുകൾക്ക് പകർന്നു നൽകിയ ഏറ്റവും നല്ല വിദ്യാഭ്യാസ വിപ്ലവകാരിയാരെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വൈജ്ഞാനിക ലോകത്തെ ഒരു മനുഷ്യൻ, സംഘടനാ പാടവത്തിന്റെ മുടിചൂടാമന്നനായ മാന്യ ഉസ്താദ്, അദ്ദേഹം സമ്മേളന നഗരിയിലിരിക്കുകയാണ്. ബുദ്ധിമുട്ട് തോന്നുന്നു, അസ്വസ്ഥം തോന്നുന്നു, എന്തോ രോഗം തന്നെ പിടിമുറുക്കുന്നോ, ഒരു ശരീരത്തിന് എന്തോ വല്ലായ്മ തോന്നുകയാണ്. വീട്ടിൽ നിന്ന് രാവിലെ വരുമ്പോ ഭാര്യയോട് പറഞ്ഞു, പതിവില്ലാതെ ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ട പെണ്ണേ, പ്രിയതമേ, നീ എന്റെ റൂമിലുണ്ട് ഒരു തോർത്തുമുണ്ട്, അതെടുത്തിട്ട് വാ. ഒരിക്കലും തോർത്തുമുണ്ട് യാത്രവേളയിൽ ഉപയോഗിക്കാത്ത മാനു ഉസ്താദിന്റെ ഭാര്യ ഒന്നന്തിച്ചു പോയി. എന്തേ ഇന്നെന്റെ ഭർത്താവിനൊരു തോർത്തുമുണ്ടിന്റെ ആവശ്യം? എടീ, നീ ഒരു തോർത്തുമുണ്ടെടുത്ത് തോളിലിട്ടിട്ട് വരികയാണ് മാന്യ മുസ്ലിയാർ ആ മഹാസമ്മേളന നഗരിയെ ധന്യമാക്കാൻ. സമ്മേളന നഗരിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പാരാവാരങ്ങളായി കടലിനെ ഉടച്ചു വാർക്കുമാർ നിലനിന്നിരിക്കുന്ന മനുഷ്യരുടെ കൂറ്റമായ മനുഷ്യക്കടൽ കണ്ടിങ്ങനെ നിൽക്കുകയാണ് മാനു ഉസ്താദ് താൻ പോറ്റി വളർത്തിയ പ്രസ്ഥാനത്തിന്റെ വാഹകർ നിറഞ്ഞു നിൽക്കുന്നത് കണ്ണിൽ കണ്ട് സന്തോഷമടഞ്ഞ് തൃപ്തിയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. തന്റെ ജീവിതത്തിന്റെ അധ്വാനം ഇതാ പൂവണിഞ്ഞിരിക്കുന്നു. കാരണം ഈ ഹിദായത്തിന്റെ കൊടിയുടെ കീഴിലിതാ ഈ കേരളീയ മുസ്ലിം സമാജത്തിന് പിന്നിലിതാ കേരളീയ മുസ്ലിമിന്റെ 90% മനുഷ്യരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. വരക്കൽ തങ്ങളുടെ ശൈഖുനാ ശംസുൽ ഉലമയുടെ ഖദ്ദസല്ലാഹു സിർറഹുൽ അദി പാണക്കാടിന്റെ വസന്തമേ, മുല്ലപ്പൂവിന്റെ നിറമണമെന്ന് കേരളമുക്കൽ നീട്ടിവിളിച്ച പ്രവാചക പാരമ്പര്യത്തിന്റെ അറുത്തുമാറ്റാൻ കഴിയാത്ത അടുത്ത പാരമ്പര്യത്തിന്റെ ഉടമയായ പാണക്കാട് ഉമർ അലി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ നേതൃത്വത്തിൽ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ മഹാപ്രസ്ഥാനം ബഹുമാനപ്പെട്ട ആദരണീയനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ കരങ്ങളിൽ ഭദ്രമായ ഈ മഹിതമായ പ്രസ്ഥാനത്തിനതാ മുഴുവൻ ആളുകർന്നു നിരന്നു നിൽക്കുന്നു. എന്റെ അധ്വാനം ഇതാ ഇവിടെ വെടിവായിരിക്കുന്നു. മഹാകാഴ്ച കണ്ട് സന്തോഷിച്ചിങ്ങനെ സ്റ്റേജിലിരിക്കുമ്പോഴാണ് വല്ലാത്ത ഒരു വേദന ശരീരത്തെ അലട്ടുന്നതുടൻ തന്നെ കേരളത്തിലെ ഏറ്റവും നല്ല മുസ്ലിം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അല്ല, കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം യൂണിവേഴ്സിറ്റി, മുസ്ലിം ഉമ്മത്തിന്റെ കേരളീയ മുസ്ലിം സമാജത്തിന്റെ അഭിമാനം ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ബഹുമാനനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നദ്വി ഉസ്താദിന്റെ കയ്യിൽ താൻ സ്വാഗതം പറയേണ്ട ലിസ്റ്റ് എടുത്ത് കൊടുത്തിട്ട് നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ട് ലോകം വല്ലാതെ അലട്ടിയപ്പോ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്നു മാനു ഉസ്താദെ തൊട്ടടുത്ത് നിർത്തിയിരിക്കുന്ന ആംബുലൻസിലേക്ക്
കയറുന്നു. ആംബുലൻസിലേക്ക് കയറിയിട്ട് സഞ്ചരിക്കുകയാണ് ആശുപത്രിയിലേക്ക്. അധികം ദൂരം പിന്നിട്ടില്ല, അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് റൂഹ് പിടിക്കുകയാണ്. ഉറക്കെ ചൊല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ ചൊല്ലുകയാണ്. തന്റെ വായിലുണ്ടായിരുന്ന വെപ്പുപൽ ൂരിയിട്ട് മരുമകന്റെ കയ്യിൽ കൊടുത്ത് അതാ ലോകത്തോട് വിട പറയുന്നു. താൻ പോറ്റി വളർത്തിയ പ്രസ്ഥാനത്തിന്റെ വലിപ്പവും അതിന്റെ ഭംഗിയും അതിന്റെ പ്രോജ്വലതയും കണ്ടിട്ട് മഹാനത താൻ അത്ര പ്രിയപ്പെട്ട സുഹൃത്തായ പണ്ഡിത ശ്രേഷ്ഠന് കൈമാറിയിട്ട് മരണത്തിലേക്ക് നടന്നു പോകുകയാണ്. ആംബുലൻസ് ആശുപത്രിയിലെത്തുന്നതിന് മുമ്പതാ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. കലിമ ചൊല്ലിക്കൊണ്ടുള്ള മരണം. മരിച്ചു കഴിഞ്ഞപ്പോ സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യുന്നത് യാതെയാണല്ലോ കണ്ണടക്കുക. കണ്ണടപ്പിച്ചതിനു ശേഷം താടി കെട്ടാൻ ഒന്നും കാണുന്നില്ല, താടി കെട്ടാനൊന്നും കാണുന്നില്ല, താടി കൂട്ടിക്കെട്ടാനൊന്നും കാണുന്നില്ല, കാല് കൂട്ടിക്കെട്ടാനൊന്നും കാണുന്നില്ല. നോക്കുമ്പോ ആദരണീയനായ മാനു മുസ്ലിയാർ എന്ന മഹാവിജ്ഞാന ശില്പിയുടെ തോളിൽ കിടക്കുന്ന ഒരു തോർത്തുമുണ്ട്. ഏതാണ് ആ തോർത്തുമുണ്ടെന്നറിയുമോ? രാവിലെ വീട്ടിൽ നിന്ന് ഭാര്യയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോ ഒരു തോർത്തുമുണ്ട് തരണേ എന്ന് പറഞ്ഞില്ലേ? ആ തോർത്തുമുണ്ടാണ് തോളിൽ കിടക്കുന്നത്. ആ തോർത്തുമുണ്ടെടുത്തെടുത്താ കീറിയിട്ട് താടി കെട്ടുകയാണ്. ജീവിതത്തിൽ ഇത്ര മകുടമായ ഒരു മൗത്ത് ലോകത്തിന് മനോഹരമായി കാണിച്ചു തന്ന മഹാന്മാർ കുറവല്ലേ? മരണത്തോടടുക്കുകയാണു ഞാൻ, മരണത്തിന് വേണ്ടി പോവുക ഞാൻ. എന്റെ താടി കെട്ടാൻ, എന്റെ താടി കെട്ടാൻ, എന്റെ കാലുകെട്ടാൻ, എന്റെ മയ്യത്തിന്റെ പ്രാഥമിക കർമ്മങ്ങൾ വീട്ടിലുള്ള ഭാര്യയോട് തോർത്തുമുണ്ട് വാങ്ങി വന്ന മഹാനായ മാന ഉസ്താദ് വളർത്തിയെടുത്ത സഹോദരങ്ങളെ, ആ പ്രസ്ഥാനത്തിന്റെ കൊടിയാണ് നിങ്ങൾക്ക് തലക്കുമീതെ പാറിക്കളിക്കുന്നത്. അതുകൊണ്ട് അതിനെ നെഞ്ചിലേറ്റണേ. ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ മുഴുവനും ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർക്കണേ. സഹോദരങ്ങളെ, ഇതിനെ സ്നേഹിക്കണേ. ഇത് നമുക്കും കലിമ ചൊല്ലി തിരിച്ചു പോകാനുള്ള മഹാപ്രസ്ഥാനം, മഹാഹിദായത്തിന്റെ കടലാണ്. തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഈ നാട്ടിലെ വളരെ കഷ്ടപ്പെട്ടും ബഹുമാനപ്പെട്ട അബൂബക്കർ ദാരിമി എന്നോട് പറഞ്ഞു, ഇവിടുത്തെ മക്കൾ മഴ കൊണ്ടപ്പോഴും വെയിൽ കൊണ്ടപ്പോഴും അശേഷം അവര് മുഷിഞ്ഞില്ല, അശേഷം അവര് അടികാണി മായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ നാട്ടിലെ ദീനീ കർമ്മങ്ങൾക്ക് ഉജ്ജ്വലമായ പ്രവർത്തന പാത നിർണയിക്കുവാനും മുന്നോട്ട് വന്നിട്ടുണ്ട്. ദുആ ചെയ്യണമെന്ന് അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ അർവാഹുകളുടെ ആത്മീയമായ നേതൃത്വം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അവരുടെ തെറുക്കി അവരുടെ തർബീയത്തും തസ്കിയത്തും കൊണ്ട് ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ സദസ്സിൽ ദുആ ചെയ്യാൻ വന്നതാണ്. ഈ മജ്ലിസ് പോലും പുണ്യമാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി ഞാൻ പറയുന്നത് ഇതാ, എന്റെ വാക്കുകൾ ഉപസംഹാരത്തിന് വേണ്ടി ഞാൻ തയ്യാറെടുക്കുമ്പോ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മുഷിയരുത്, നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് വിചാരിക്കരുത്. കാരണം അങ്ങനെ വിചാരിക്കുന്നതൊട്ടും ശരിയല്ലല്ലോ. നമ്മുടെ നേതാവ് പഠിപ്പിച്ചത് തന്നെ, സഹോദരി, നിന്റെ കാലിന് എത്ര കൊല്ലമായി വേദന തുടങ്ങിയിട്ട്, സഹോദര നിന്റെ തലയിൽ കുത്തു തുടങ്ങിയിട്ട് എത്രമായി, നീ കച്ചവടത്തിലെ പൂവപ്പോഴൊക്കെയാണ് നിനക്ക് നഷ്ടം സംഭവിച്ചത്. നിന്റെ മക്കളുടെ മംഗലം കഴിഞ്ഞു, പക്ഷേ നിന്റെ മകന്റെ പൊന്നുമോളെ ഉപേക്ഷിച്ചില്ലേ? ഭാര്യസഭം വളരെ ബുദ്ധിമുട്ടിലാണ്, ഭർത്താവിന് സ്നേഹമില്ല, മക്കൾ ഗൾഫിലാണ്, കടത്തിൽ മുങ്ങിയിരിക്കുന്നു. ഇങ്ങനെ പല വിധങ്ങളായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേപത്തുകളും നെഞ്ചിലേറ്റുന്ന സഹോദര, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മുഷിയരുത്. ദുആക്കിനിയും ഇടമുണ്ട്. ബഹുമാനപ്പെട്ട അറേബ്യൻ ചരിത്രത്തിന്റെ അറേബ്യൻ മരുഭൂമിയിൽ ഒരു സംഭവം നടക്കുകയാണ്. ഈ അടുത്ത കാലത്താണത് സംഭവിച്ചിട്ടുള്ളത്. അറബ് രാജ്യം പുണ്യമുള്ളതാണ്. ആ പുണ്യഭൂമിയിൽ അതാ മനോഹരമായ ഒരു സംഭവം. അത് മോമിനീങ്ങൾക്ക് ദുആക്ക് ഉപകരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതേ സഹോദരങ്ങളെ, ഒരു ഹജ്ജ് യാത്രാ സംഘം ഒരു ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രാ സംഘം അങ്ങ് മദീനയിലെത്തുകയാണ്.
മദീനയിലെത്തുകയാണ്. നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി കൊണ്ടുപോകുന്ന ഹജ്ജ് ഗ്രൂപ്പുകളുടെ കൂടെ ഒരു കുടുംബം എത്തുകയാണ്. ആ കുടുംബത്തിൽ ഒരു വയസ്സായ ഉമ്മയുണ്ട്, ഒരു പ്രായന്ന ഉമ്മ, മുടി നരച്ച ഉമ്മ, അതുപോലെ തൊലി നരച്ച ഉമ്മ, എല്ലുകൾ കുന്തി നിൽക്കുന്ന ഉമ്മ, പോഷകാഹാരക്കുറവ് മൂലം മെലിഞ്ഞൊട്ടിയ ഒരുമ്മ, കാലുവേദനിക്കുന്ന ഉമ്മ, പ്രായത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉമ്മ. ആ ഉമ്മയതാ, ആ ഉമ്മ തെന്നിൽ കിടന്ന് കരയുകയാണ്. സഹോദരങ്ങളെ, ഉമ്മ ടെന്റിൽ കിടന്ന് കരയുകയാണ്. എന്തിനാ കരയുന്നതെന്നറിയുമോ? അത് പറയാൻ പോവുകയാണ് ഞാൻ. വൈകുന്നേരങ്ങളിൽ അസർ നിസ്കാരം കഴിഞ്ഞിട്ടൊരു സുഹൃത്ത് സൗദി അറേബ്യയുടെ പരിസരങ്ങളിലും അതുപോലെ മദീനയിലുമൊക്കെ പ്രയാസമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി തന്റെ ജോലി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാളിങ്ങനെ നടന്നു വരുമ്പോ ഒരു ടെന്റിൽ നിന്നൊരു കരച്ചിൽ കേൾക്കുകയാണ്. ആരാ കരയുന്നത്? കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോയ ഒരു പ്രിയപ്പെട്ട വൃദ്ധയായ മാതാവാണ്. ആ ഉമ്മ കരയുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു, മോനെ, എനിക്ക് റൗള കാണാൻ പൂതിയുണ്ട് മോനെ, എനിക്ക് ബദറു കാണാൻ പൂതിയുണ്ട് മോനെ, എനിക്ക് ഉഹദ് കാണാൻ പൂതിയുണ്ട് മോനെ, എനിക്ക് ഹന്തക് കാണാൻ പൂതിയുണ്ട് മോനെ. വസൽ ഹുനൈന വസൽ ബദറൻ വസൽ ഉഹദ أنواتي بهم لطف كيف جرى مولاي أبدا حبيبك خير. ഇസ്ലാമിക ചരിത്രത്തിന്റെ മഹിതമായ മൂല്യങ്ങളെ അടയാളപ്പെടുത്തിയ ഭൂപ്രദേശങ്ങൾ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ ആഗ്രഹമുണ്ട്. സഫാമയുടെ മനോഹരമായ മലഞ്ചെരുവുകൾ എനിക്ക് കാണണം. ഹാജറ ബീവിയുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ആ മണൽ, ആ മലകൾ, ആ വൃക്ഷങ്ങൾ, അവകളൊക്കെ എനിക്കൊന്ന് കാണണം. ദാഹിച്ചു വലഞ്ഞ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലടി കൊണ്ട് ജിബ്രീലിന്റെ ചിറകടി, ലോകത്ത് സമാനമില്ലാത്ത ഉറവിടം പോലെ സംസം, അതൊന്നെനിക്കു കാണണം, അതിന്റെ ഉറവിടം എനിക്കു കാണണം. പക്ഷേ ഹജ്ജിന് വന്നു നോക്കുമ്പോ എന്റെ അമീർ പറയുന്നു, നിങ്ങൾക്ക് പ്രായമാണ്, നിങ്ങൾക്ക് പകരം ഞങ്ങൾ ആളെ വെക്കാമെന്നാണ് പറയുന്നത്. അവരതൊക്കെ കാണാൻ വേണ്ടി പോയി. ഞാൻ വളരെ വിഷമത്തിലാണ്. ഞാൻ എന്നെ കുറിച്ച് പറയട്ടെ, ഞാൻ വളരെ പാവപ്പെട്ട ഒരു പെണ്ണാണ്. ബീഡി തരച്ചു വിറ്റിട്ടാണ് ഞാൻ ഹജ്ജിന് വരുന്നത്. ഞാൻ നാടിനെ പോറ്റിയിട്ടതിന്റെ പശുവിന്റെ പാല് വിറ്റിട്ടാണ്, ആടിനെ വളർത്തിയിട്ടാണ് ഞാൻ കാശ് സമ്പാദിച്ചത്. പലരും സഹായമായി തന്നതെന്റെ കോന്തലയിൽ കെട്ടിയിട്ട് സ്വരൂപിച്ച പണം കൊണ്ടാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പുള്ളിയുടെ ചിരകാല സ്വപ്നമായ ഹജ്ജ് യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങുന്നത്. ഇവിടെ വന്നപ്പോഴോ ഒന്നും കാണാൻ കഴിയുന്നില്ല. എനിക്കെന്തൊരു സങ്കടമാണ്. ഉമ്മ വീണ്ടും കരയാൻ തുടങ്ങി. ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, സാരമില്ല ഉമ്മ, നമുക്ക് പോകാം, ഞാൻ കാണിക്കാം. കൈപിടിച്ചുകൊണ്ട് കൊണ്ടുപോകുകയാണ്. 3 ദിവസത്തെ സമ്പൂർണമായ പ്രദർശനം, 3 ദിവസത്തെ സമ്പൂർണമായ യാത്രയിൽ ചരിത്രമുറങ്ങുന്ന അറേബ്യൻ മലമടക്കുകളിലും അതുപോലെ തന്നെ തിരുറൗളയിലും ഹജറുൽ അസ്വദും അങ്ങനെ സഫായും മർവയും മുഴുവനും കണ്ടിട്ടും സന്തോഷത്തോടെ തിരിച്ചു വന്നിട്ടതാ ടെന്റിലെത്തിയപ്പോ ഉമ്മ ചോദിക്കുകയാണ്, മോനെ, ഇനി എന്നാണ് നമ്മൾ കാണുക? അറിയില്ല ഉമ്മ, നിങ്ങൾ ദുആ ചെയ്യണേ, എവിടെയെങ്കിലും വെച്ച് നമ്മൾ കണ്ടുമുട്ടും ഉമ്മ, എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമെന്ന്. അന്ന് പിറ്റേ ദിവസം അതാ ഒരു ഫോൺ കോൾ വരികയാണ്. ഈ ചെറുപ്പക്കാരന് ഒരു ഫോൺ കോൾ. എന്താണ് ഫോണിലൂടെ പറയുന്നതെന്നറിയുമോ? ഞങ്ങളുടെ കൂടെയുള്ള ഒരു സഹോദരി മരണപ്പെട്ടിട്ടുണ്ട്, അതിന്റെ മയ്യത്തൊന്ന് സംസ്കരിക്കണം, കഫൻ അതിനെ ഒന്ന് കബറടക്കം ചെയ്യണം, ഞങ്ങൾക്ക് ഫ്ലൈറ്റ് റെഡിയായിട്ടുണ്ട്, ഞങ്ങൾക്ക് വാഹനങ്ങൾ റെഡിയായിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും നീട്ടിവെച്ചാൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് നഷ്ടമാകും, യാത്രയിൽ വമ്പിച്ച നഷ്ടം സംഭവിക്കും, ഹജ്ജാജികൾക്ക് മറ്റു പ്രയാസമുണ്ടാവും, അതുകൊണ്ട് ഈ മയ്യത്തൊന്ന് ഖബറടക്കണേ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോൺ കോൾ. ഇയാളതാ ശ്മശാന ഭൂമിയിൽ കാത്തിരിക്കുകയാണ്. മീസാൻ കല്ലുകൾ കഥ പറയുന്ന ശ്മശാന ഭൂമികളിൽ കാത്തുനിൽക്കുകയാ, ശ്മശാന ഭൂമിയിൽ കാത്തുനിൽക്കുകയാ. അതാ വരുന്നു, ഹോൺ മുഴക്കിയിട്ടൊരു ആംബുലൻസ്. ആംബുലൻസിൽ നിന്നതാ ഒരു മയ്യത്തിറക്കി വെക്കുന്നു.
ആരുടെ മയ്യത്താണെന്നറിയുമോ? കണ്ടപ്പോൾ അത്ഭുതസ്തംഭനായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങ് ചരിത്രമുറങ്ങുന്ന കേരളത്തിന്റെ ദിക്കിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആ ഉമ്മയുടെ മയ്യത്താണ്. ഇന്നലെ കൈപിടിച്ച ഉമ്മയുടെ മയ്യത്താണ്. ആ മയ്യത്തുടൻ തന്നെ സ്വന്തം ഉമ്മയുടെ മയ്യത്ത് എങ്ങനെയാണോ പരിപാലിക്കുന്നത് അതേ രൂപത്തിൽ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഖബറിൽ ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടാൻ വേണ്ടി നോക്കുമ്പോ അതാ ഒരാൾ ഓടി വരുന്നു. സഹോദരങ്ങളെ, ഒരു അറബി ഓടി വരികയാണ്. അയാളുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി മൗത്തായിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു. ഒരു ചോരപ്പൈതലുമായി വരുന്നു. സഹോദരങ്ങളെ, അയാള് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, എന്റെ കുട്ടി മരണപ്പെട്ടു പോയി, ഈ മയ്യത്തും കൂടി ആ ഖബറിൽ ചേർത്ത് വെക്കാമോ സഹോദര? ഉടൻ തന്നെ ഞാനത് സമ്മതിച്ചു. ആ കുട്ടിയുടെ മയ്യത്ത് കൂടെ ആ ഉമ്മായുടെ ഖബറിലോട് ചേർത്ത് വെച്ചപ്പോ കാലിട്ടടിക്കുന്ന അമൃതകുംഭങ്ങളിൽ നിന്ന് പാൽ ചുരുത്തി കുടിക്കുന്ന ഒരു കുട്ടിക്ക് വാത്സല്യനിധിയായ ഉമ്മ പാൽ കൊടുക്കുന്ന കാഴ്ച എങ്ങനെ മനോഹരമാക്കുമോ അതുപോലെ എനിക്ക് തോന്നിപ്പോയി. ഉമ്മയിൽ നിന്ന് മുല കുടിക്കുന്ന കുട്ടിയുടെ നിഷ്കളങ്ക ആ മാതൃത്വം തുടങ്ങുന്ന മനോഹരമായ കാഴ്ച പോലെ എനിക്കത് കണ്ടപ്പോൾ തോന്നിപ്പോയി. ഞാൻ പെട്ടെന്ന് മണ്ണിട്ട് മൂടി തിരിച്ചു വന്നതിനു ശേഷം ഈ ഉമ്മയുടെ അഡ്രസ് എടുത്തിട്ട് കേരളത്തിലേക്ക് ഫോൺ ചെയ്തപ്പോ ആ മഹല്ലുകാരെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ ഉമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്ന്. ആ മഹല്ലുകാര് പറഞ്ഞു, സഹോദര, ആ ഉമ്മ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഉമ്മയാ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഉമ്മയെ ഓർക്കണേ. ഈ നിമിഷം ദുആ ചെയ്യാനുള്ള മജ്ലിസാണ്. നമ്മുടെ കയ്യിൽ തലവെച്ച ഉമ്മ, നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ഉമ്മ, തീ പിടിക്കുമ്പോ നമ്മുടെ കൈ തട്ടി മാറ്റിയ ഉമ്മ, രോഗം വന്നപ്പോ കൈ തലയിൽ വെച്ചിട്ട് കഞ്ഞി വാരി തന്ന ഉമ്മ, ചോറ് തന്ന ഉമ്മ, നമുക്ക് വിഷമം പറ്റിയപ്പോ കരഞ്ഞ ഉമ്മ, നമ്മുടെ യാത്രകളിൽ നമ്മളെ ഓർത്തുപോയ ഉമ്മ, നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ കാക്കുന്ന ഉമ്മ. ആ ഉമ്മ പലരുടെയും മൗത്തായി പോയിട്ടുണ്ടാവും. അല്ലാഹുവിന്റെ ഖബറിടം വെളിച്ചമാകട്ടെ, ഖബറിടം അല്ലാഹു വെളിച്ചമാകട്ടെ. സഹോദരങ്ങളെ, ഈ ഉമ്മയെക്കുറിച്ച് നാട്ടുകാരി പറയുകയാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാ, ഞങ്ങളുടെ ഏറ്റവും സ്നേഹനിധിയായ ഉമ്മയാ. ആ ഉമ്മയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയണോ? ആ ഉമ്മ എപ്പോഴും ദുആ ചെയ്യുന്ന ഉമ്മയാണ്. പ്രയാസങ്ങളുടെ നടുക്കടലിലൂടെ കടന്നുപോയ ഉമ്മയാണ്. വീടുണ്ടായിരുന്നില്ല, മഴ പെയ്യുമ്പോ ഒരു കൂരയുണ്ടായിരുന്നില്ല ഉമ്മാക്ക്. ഉമ്മ ദുആ ചെയ്ത് ആരൊക്കെയോ ഒരു വീട് വെച്ചു കൊടുക്കുകയാണ്. പിന്നീടതാ ഉമ്മ ദുആ ചെയ്ത് ആ ഉമ്മയ്ക്ക് വീട്ടിലേക്കുള്ള എല്ലാ വസ്തുക്കളും ആളുകൾ വാങ്ങിക്കൊടുക്കുകയാണ്. സലാത്ത് ഉപേക്ഷിക്കാത്ത ഉമ്മയാണ്. ആ ഉമ്മ എന്തൊക്കെയോ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ മുഴുവൻ ദുആകളും അല്ലാഹു സ്വീകരിച്ചു പോയിട്ടുണ്ട്. അത് ഞങ്ങളുടെ കണ്ണിൽ കണ്ടതാണ്. പക്ഷേ ഞങ്ങൾക്കൊരു സങ്കടമുണ്ട് സഹോദര, ഞങ്ങൾക്കൊരു വിഷമമുണ്ട് സഹോദര. ആ ഉമ്മ മംഗലം കഴിഞ്ഞ ഉമ്മയാണ്, വിവാഹിതയായ ഉമ്മയാണ്, ഒരു ഭർത്താവിന്റെ കൂടെ ജീവിച്ച ഉമ്മയാണ്. പക്ഷേ ആ ഉമ്മ കല്യാണം കഴിഞ്ഞത് ഒരു കുട്ടിയെ കൊടുത്തില്ലല്ലോ എന്ന സങ്കടം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്നാണ് അവര് പറയുന്നത്, നാട്ടുകാര് പറയുന്നത്. ഉമ്മയുടെ ഏറ്റവും വലിയ ദുആയുണ്ടായിരുന്നു, എപ്പോഴും ദുആ. കണ്ണിൽ നിന്ന് കണ്ണുനീരിന്റെ ബാഷ്പകണങ്ങൾ ഉപ്പുരസി അധരങ്ങളിൽ പെയ്തിറങ്ങിയ പ്രാർത്ഥന, കൽബ് പൊട്ടിയ പ്രാർത്ഥന, രൂമകൂപങ്ങൾ വിജൃംഭിതമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് മാത്രം അല്ലാഹു സ്വീകാര്യത കൊടുത്തില്ലല്ലോ. സർവമാന ദുആകൾക്കും ഉത്തരം നൽകിയ റഹ്മാനായ റബ്ബ് ഈ ഉമ്മയുടെ ഒരൊറ്റ ദുആ മാത്രം സ്വീകരിച്ചില്ലല്ലോ എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം. മറ്റൊരു വിഷമങ്ങളും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞപ്പോ ഈ ഫോൺ ചെയ്ത മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീഴുകയാണ്. അള്ളാഹുവിന്റെ കുതിരത്തെന്ത് ഭയാനകമാണ്, അള്ളാഹുവിന്റെ അത്ഭുതമാണ്, അള്ളാഹുവിന്റെ കുതിരത്തെന്തൊരു കൗതുകമാണ്. അള്ളാഹുവേ ചിട്ടി ഈ ഭൂമിയിൽ നിന്ന് തിരശ്ശീല വീഴുന്നതിന് മുമ്പ്, ഈ ഭൗമലോകത്തെ ജീവിതത്തിന്റെ തിരശ്ശീല വീഴുന്നതിന് മുമ്പ് ദുആക്ക്
ഉത്തരം കൊടുത്തറഹേ. സാധുക്കളായ ഈ നാട്ടിലെ ആളുകളുടെ ദുആകൾ അല്ലാഹു സ്വീകരിക്കില്ല. മരിച്ചിട്ട് മണ്ണോടർത്തിയിട്ട് ഈ ലോകത്തെ നശ്വരമായ ജീവിതത്തിന് ശീലയിടുന്നതിന് മുമ്പ് അള്ളാഹു കുട്ടിയെ കൊടുത്ത് ദുആ സഫലീകരിച്ച അള്ളാഹുവിന്റെ പാവങ്ങളായ അടിമകളായ ഈ നാട്ടിൽ സാധുവായ നമുക്ക് അള്ളാഹു നമ്മുടെ ദുആ അള്ളാഹു കബൂൽ ചെയ്യില്ല. അതുകൊണ്ട് നിരാശപ്പെടരുത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ദുആ ചെയ്യാനും ദിക്റ് ചൊല്ലാനും അവന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കാനും ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ വാഹകരായി ഇതിന്റെ സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും നല്ല ബന്ധുക്കളായി അള്ളാഹു നമുക്ക് എക്കാലത്തും പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു